ഹലോ ഗൈസ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജേർണി ഓഫ് 2024, അതായത് ഞാൻ കണ്ട മൂവീസും എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളും ഇൻ ഷോർട്ട് ആക്കിയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ലെറ്റ്സ് ഫ്ലിക്ക്. അപ്പോൾ ആദ്യം തന്നെ ജനുവരി മാസം എടുത്ത് നോക്കുകയാണെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് മൂവീസ് കാണാൻ പറ്റും. അതിൽ ഫസ്റ്റ് തന്നെ റിലീസ് ചെയ്ത ആട്ടം എന്ന മൂവിയാണ്. അപ്പോൾ വിനയ് ഫോർട്ട്, ഷാജോൺ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു നാടക സമിതിയാണ് നടത്തുന്നത്. അപ്പൊ അവിടെ ഉണ്ടാവുന്നൊരു ഇൻസിഡന്റിനെ തുടർന്ന് ഉണ്ടാവുന്നൊരു ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ പ്ലോട്ടിൽ വെച്ചിട്ട് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേ ഉണ്ട്. ഇതിൽ ആരായിരിക്കും കുറ്റവാളി, കാരണം എല്ലാവരും ഗ്രേ ഷെയ്ഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺട്രാസ്റ്റ്, ലൈക്ക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കാരണം പൊതുവെ എല്ലാ സിനിമയിലുള്ള ക്ലീശ പരിപാടിയാണല്ലോ, ഹീറോ വില്ലൻ, ആരാ വില്ലൻ, അവനെ കൊല്ലണം. ആ സംഭവത്തിനെയൊക്കെ പൊളിച്ചടിക്കൊണ്ടില്ലേ, ആരാണെന്ന് നമ്മളെ കൊണ്ട് പടം കഴിഞ്ഞാലും ചോദിപ്പിച്ചിട്ട്, ഈവൻ അതായത് ഷാജോൺ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ, ഒരു ഇൻ്റർവ്യൂവർ ചോദിച്ചായിരുന്നു. പുള്ളിക്കാരൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല പറഞ്ഞു. അങ്ങനെ ഒരാളില്ല എന്നാണ് ഷാജോൺ ചേട്ടൻ പറഞ്ഞത്. പക്ഷെ വേറൊരു ഇൻ്റർവ്യൂ ഇതിൽ ഹീറോയിനായിട്ട് വന്ന, അതായത് വിനയ് ഫോർട്ടിൻ്റെ പേരായിട്ട് അഭിനയിച്ചൊരു ആക്ട്രസ് ഉണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് റൈറ്റേഴ്സിന് അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്, അവർക്കറിയാം അത് ആരാ ചെയ്തതെന്ന്. പക്ഷെ അവർ ഞങ്ങളുടെ അടുത്ത് റിവീൽ ചെയ്തിട്ടില്ല, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു ടോക്കും ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനോടും ഞാനും ഷാജോണും വിനയൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും സെപ്പറേറ്റ്ലി എടുത്തിട്ട് പറഞ്ഞു ചെയ്ത ആക്ച്വലി ഇയാളാണ്, ഇത് ഞാൻ നിങ്ങളോട് മാത്രമേ പറയുന്നുള്ളൂ. ആ അറിവ് ഉൾക്കൊണ്ടാണ് എല്ലാവരും അഭിനയിക്കുന്നത്. അപ്പോൾ ആ തോട്ടിലാണ് ചിലപ്പോൾ ഈ മൈക്രോ റിയാക്ഷൻസിലൊക്കെ അവരുടെ ഇത് കാണാൻ പറ്റും. സോ മൊത്തത്തിലൊരു ചർച്ചയായ ഒരു പടമാണ്. പക്ഷെ എനിക്കത് തിയേറ്ററിൽ മിസ്സായി. ഇത് OTT ലെവലുണ്ട്, പക്ഷെ എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് വന്നത് നമ്മുടെ ജയറാം നായകനായി എത്തിയ എബ്രഹാം ഓസ്ലർ ആണ്. എബ്രഹാം ഓസ്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ ജയറാമിന്റെ കരിയർ ഇങ്ങനെ കുത്തനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മമ്മൂക്ക വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ഉയർത്തി കൊണ്ടുവന്നാണ് ജയറാമിനെ എബ്രഹാം ഓസ്ലറിലൂടെ. പക്ഷെ അത്രയും കൊണ്ട് ഉയരാൻ പറ്റിയില്ല. ആ ഒരു സ്വാഗ്, ലൈക്ക് ഒരു ആക്ഷൻ മൂവി കോപ്പായിട്ട് നമുക്ക് ജയറാമിനെ കാണുമ്പോൾ ഫസ്റ്റ് ഓർമ്മ ഇതാണ്. മിഥുൻ മാനുവൽ തോമസ് ബുദ്ധിപരമായിട്ട് മമ്മൂക്കനെ ക്യാമിയോ റോളിൽ കൊണ്ടുവന്ന് തിയേറ്ററിൽ കയ്യടി വാങ്ങിപ്പിച്ചു. അത്യാവശ്യം പടം പറഞ്ഞ ഹിറ്റല്ലെങ്കിലും ലൈക്ക് നമുക്ക് കണ്ടിട്ട് ബോറടിച്ച് ചത്തുന്നില്ല. ഒരു ക്ലീൻ ആയിട്ട്, അതായത് ഹൈ മൂമെന്റ്സ് ഒന്നും വലുതായിട്ടില്ലാണ്ട് ഫ്ലാറ്റായി ഇങ്ങനെ പറഞ്ഞു പോയി വലിയ ഡിപ്പില്ല, പക്ഷെ അതാ ഒന്ന് ഹൈയും ഇല്ല. ആ ഒരു പ്ലെയിൻ ഗ്രാഫിൽ പോയി ജസ്റ്റ് ഒരു ആ മമ്മൂക്ക വന്നിട്ട് ഒരു ചെറിയൊരു ഹൈ തന്നിട്ട് അങ്ങനെ എൻ്റെ ചെയ്തൊരു സാധാരണ പടം അതങ്ങനെ പോയി. പിന്നെയാണ് നമ്മുടെ ഏറെ ഹൈപ്പിൽ വന്ന ഡിസാസ്റ്ററായ നമ്മുടെ മലൈക്കോട്ടൈ വാലിബൻ വരുന്നത്. റിലീസ് ടൈമിലൊക്കെ ഗജാതി ഹൈപ്പായിരുന്നു. ഹൈപ്പ് എന്ന് വെച്ചാൽ വെറും ഹൈപ്പല്ല അത്. ലാലേട്ടൻ വരെ പറഞ്ഞത് ഒരു സെൻ മോഡിൽ കാണേണ്ട ഒരു പ്രത്യേകതരം സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചില്ല അവിടെ ഇരുന്നിട്ട് പടം കാണാനൊന്നും പറ്റില്ല. അല്ലാതെ ഇതുപോലെ വല്ല മോഡുകളിൽ പോയിട്ട് ആ ഒരു സ്പേസിൽ തന്നെ ഇരിക്കണം, പടം കാണാൻ പാടില്ല. ഈവൻ LJP എന്റെ ഭയങ്കര ഫേവറേറ്റ് ഡയറക്ടറാണ്. ലൈക്ക് ജല്ലിക്കെട്ടായാലും ആമേനായാലും ഡബിൾ ബാരലായാലും ചുരുളി ആയാലും കരിയർ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള പടങ്ങളാണ് പുള്ളിക്കാരൻ തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റന്റ് ഗ്യാരണ്ടി ഉണ്ടല്ലോ, ആ ഒരു സംഭവം പ്രതീക്ഷിച്ചു പോയിട്ട് നമുക്ക് കിട്ടിയതൊരു എന്താ പറയാ, ബിരിയാണി പ്രതീക്ഷിച്ചു പോയിട്ട് കഞ്ഞി കിട്ടിയ അവസ്ഥയായിരുന്നു. ശരി, കഞ്ഞി എടുക്കട്ടെ വാലിബ എന്നുള്ള അവസ്ഥയിലാണ് തിയേറ്റർ വിട്ടത്. അത് വൻ ദുരന്തമായി. ഇതിൽ പക്ഷെ LJP കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ കിൽബില്ലൊക്കെ കണ്ടിട്ട് ക്വന്റിൻ ടെറന്റീനോന്റെ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ വരുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ക്യാമറ പാൻ ചെയ്തിട്ടൊരു ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ പിടിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊരു മലങ്കൾട്ടായി മാറാനുള്ള കാരണം ഇതിൻ്റെ സ്റ്റോറി, അതായത് നമുക്കറിയില്ല ഇത് എവിടെ നടക്കണമെന്ന്. LJP നമ്മളെ അവിടെ ഇട്ടിട്ട് എന്നിട്ട് അവസാനം LJP വരെ പറഞ്ഞത് നിങ്ങൾ ഒരു മുത്തശ്ശി കഥയായിട്ട് കാണണം. ഇതൊരു മുത്തശ്ശിക്കഥയുടെ വേഗത മാത്രമല്ല ഒരു സിനിമയാണ്. അതും കൂടെ കേട്ടപ്പം തൃപ്തിയായി. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ തമിഴിൽ നിന്ന് ധനുഷ് നായകനായി എത്തിയ ക്യാപ്റ്റൻ മില്ലർ. അപ്പം പടം നൈസായിരുന്നു, ലൈക്ക് ഒരു പ്രാവശ്യം കാണാനുള്ളതൊക്കെ ഉണ്ട്.
ബട്ട് സ്റ്റിൽ ഒരു മിക്സഡ് റെസ്പോൺസ് തന്നെയാണ് വന്നത്. ഒരു സ്ലൈറ്റ്ലി എബവ് ആവറേജ് മൂവി അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എടുത്തു പറയാനുള്ള ധനുഷിൻ്റെ അറിയാലോ സ്വാഗ്, അത് തിരിഞ്ഞ് നടക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആ ഒരു ക്ലോസ് ഷോട്ട് വരില്ല, അത് നൈസായിരുന്നു. പിന്നെ അതേപോലെ കുറേ ആക്ഷൻ മൂമെൻറ്റ്സ് പിക്ക് ലൈക്ക് ഹിസ്റ്ററി പീരീഡ് പടമായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് അവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ നിന്നിട്ട് അവർ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ജനുവരി റിലീസസ്. ഇനി നമ്മൾ മൂവിങ് ഓൺ ടു ഫെബ്രുവരി. ഞാൻ ഫസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട പെടമെണ്ണ് ഭ്രമയുഗം. ഒന്നും പറയാനുള്ള ഒരു മാസ്മരിക മാസ്റ്റർ പീസായിരുന്നു. രാഹുൽ സദാശിവൻ ഡയറക്റ്റ് ചെയ്ത് മമ്മൂക്ക നായകനായി എത്തി, അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും കോസ്റ്റാറായിട്ട് വന്ന മൂവി ആണ് ഭ്രമയുഗം. ഒരു ഹൊറർ ജോണറിൽ വന്നാണ്, പക്ഷേ ഇറ്റ് ടേൺ ഔട്ട് ടു ബി ദ ബെസ്റ്റ് ഹൊറർ മൂവി ഓഫ് 2024. അതായത് 2024 ഇറങ്ങിയ ഏറ്റവും ബെസ്റ്റ് ഹൊറർ മൂവി. കാരണം അതിൻ്റെ പ്ലോട്ട് അങ്ങനെയാണ്. ഈവൻ ദോ ഇപ്പോൾ മലൈക്കോട്ടെ വലിവൻ മുത്തശ്ശി കഥയാണ് പറഞ്ഞിട്ടൊരു ഏതോ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ട് നമ്മളെ ഇട്ടിട്ട് LJP മുങ്ങി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രാഹുൽ സദാശിവൻ നമ്മുടെ ഓഡിയൻസിനെ ക്ലിയർ ആയിട്ട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ആ ഒരു പ്ലോട്ടിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാതിരിക്കാൻ, അതായത് കാരണം ആ കൂടി മൂന്ന് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിൽ മെയിനായിട്ട്. പിന്നെ ഷേക്സ്പിയറിൻ്റെ എമൽഡ് അത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അപ്പോൾ സോ ഈ 3 പേരിൻ്റെ ഒരു പ്ലേ ആണ്. ബട്ട് സ്റ്റിൽ ഓഡിയൻസിനെ ബോറടിപ്പിക്കാതിരിക്കണം. അപ്പോൾ പുള്ളിക്കാരൻ കുറേ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് നോക്കി കാണേണ്ടത് ഇതിൻ്റെ മേക്കിംഗ് ആണ്. ഒന്നാമത് രാഹുൽ സദാശിവൻ്റെ ഗട്ട്സാണ്. അതായത് ഈ കാലഘട്ടത്തിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ്, അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത എന്താണ്, ലൈക്ക് ഓരോ സീനിലും എവിടെയെങ്കിലും ഒരു ഹൈ മൂമെന്റ്സ് തന്നുകൊണ്ടിരിക്കും. എടുത്തു പറയാൻ തോന്നുന്നു ആ ഇന്റർവെല്ലിൽ ആ ക്യാരക്ടർ റിവീൽ ഉണ്ടല്ലോ, അത് മമ്മൂക്ക് ആരാണെന്ന് കാണിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതായത് ആദ്യം അർജുൻ അശോകൻ ഇല്ലത്തേക്ക് വരും. അപ്പം അവിടെ ഒരു സാധാരണ ഒരു ഇല്ലത്തിലുള്ളൊരു കാരണം വരും. അങ്ങനെ ഒരു സോ കോൾഡ് പ്രമാണിന ഒരു സെറ്റപ്പിലാണ് മമ്മൂക്കിനെ കാണിച്ചിട്ടുള്ളതെങ്കിലും ആ ഇൻ്റർവെല്ലൊരു ഹൈ ഉണ്ട്. അതായത് അർജുൻ അശോകൻ ഇത് തിരിച്ചറിയണം, അയ്യോ ഇത് ഞാൻ വന്ന് പെട്ട സ്ഥലം മാറിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ദയനീയ അവസ്ഥയിൽ മമ്മൂക്കിനെ നോക്കുമ്പോൾ ഒരു സ്മൈൽ ഉണ്ടല്ലോ, അയ്യോ തിയേറ്ററിൽ കിളി പറയാണ്. അതേപോലെ തന്നെ ക്ലൈമാക്സ് ജാതി വേറൊരു ലെവൽ പൊളിച്ചടുക്കി. അപ്പോൾ അത് ആ വഴിക്ക് പോയി. അങ്ങനെ ബ്രഹ്മി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് തുരുതുരാ ഹിറ്റായിരുന്നു, പ്രേമലു വന്നു. അത് എനിക്ക് തിയേറ്ററിൽ കാണാൻ പറ്റില്ല, പക്ഷേ OTTയിൽ കണ്ടപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതാണ് ആ ഒരു വൈബിൻ്റെ കൂടെ പോയി കണ്ടിരുന്നെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റിയത്. നെസ്ലിനും അറിയാലോ, അമിതാഭ് ബച്ചനും ഒക്കെയാണ്, മറ്റേ ഗിരീഷ് ഏടിയാണ് നമ്മുടെ അതിൽ സംവിധാനം ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ റെക്കോർഡ് ഹിറ്റുകൾ സമ്മാനിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ മൂവിയാണ് അടുത്ത മൈൽ സ്റ്റോൺ, മഞ്ഞുമൽ ബോയ്സ്. ഇപ്പോൾ ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിദംബരമാണ്. ഒരു കാസ്റ്റ് പറഞ്ഞാൽ വൻ കാസ്റ്റ്, ലോഡ് കണക്കിനുണ്ട്. സൗബിൻ തൊട്ടിട്ട് ഗണപതി, ബാലു വർഗീസ്, ഖാലിദ് റഹ്മാൻ, ശ്രീനാഥ് വാസി, ലൈക്ക് ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ ആ ഒരു മോഡിലാണ് നമ്മളത് കണ്ടത്. പോയി കണ്ട് ക്ലിവർ എന്ന് ഇൻ ദ സെൻസ് സ്റ്റോറിയൊന്നും കണ്ടിട്ടില്ല, അതിൻ്റെ മേക്കിംഗ് കാരണം നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല അത് ഒരു സെറ്റ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്താണെന്ന്. കാരണം ഇതിൽ മെജോറിറ്റി പോർഷൻസ് ആ കേവിനകത്ത് അത് സെറ്റ് ഇട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ അത് എത്രത്തോളം റിയലിസ്റ്റിക് ആക്കാന്നുള്ളത് മാത്രമേ ഇതിൻ്റെ ചാലഞ്ച് ഉള്ളൂ. അതൊരു 100% ഇതാക്കി. പിന്നെ ആ ഒരു അവസാനത്തെ എൻഡിങ് ആ ഒരു സോങ് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തമിഴ് ഓഡിയൻസിനും കയ്യിലെടുക്കാൻ പറ്റി. അങ്ങനെ സോ ഇത് റെക്കോർഡ് സ്ഥാപിച്ചു. ലൈക്ക് 200+ crore, ഐ മീൻ ഫസ്റ്റ് എവർ മലയാളം മൂവി ടു ക്രോസ് 200 crore. ബോക്സ് ഓഫീസിൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിട്ട് മഞ്ഞുമൽ ബോയ്സ് റെക്കോർഡിട്ട് മലയാളം ഇൻഡസ്ട്രിയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചു. തമിഴിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഐശ്വര്യ രജനീകാന്തിൻ്റെ മകൾ രജനീകാന്തിന് വേണ്ടി ഒരു പ്രസന്റ് കൊടുത്താണ്. പക്ഷെ അതിനകത്ത് ബോംബായിരുന്നെന്ന് പിന്നെയാണ് പുള്ളിക്കാരൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു ബോംബ് പടമായിട്ട് ഐശ്വര്യ രജനീകാന്ത് വന്നിരിക്കുന്നത് ലാൽ സലാം. അപ്പൊ ലാൽ സലാം മൂവി വൺ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ രജനിയുടെ കരിയറിൽ തന്നെ ദ വേഴ്സ്റ്റ് മൂവി ആയിട്ട് മാറിയിരിക്കുകയാണ്. അത് വേറെ ആരുമല്ല സംവിധാനം ചെയ്തത് എൻ്റെ സ്വന്തം മകളാണെന്ന് ഓർക്കുമ്പോഴാണ് രജനീകാന്തിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അവള് ഇതെന്തോ OTTയിൽ വരാത്ത ചോദിച്ചപ്പോൾ ഹാർഡ് ഡിസ്ക് മിസ്സായി. ஹார்ட் டிஸ்கே மிஸ் ஆயிடுச்சு. என்னன்னா சில ஹார்ட் டிஸ்க் ஓல்டா இருந்தது, சிலது கரப்டா இருந்தது. എന്താ കഥ ഓടുന്നത്. കാരണം അറിയാലോ ഇപ്പോൾ OTTയിൽ വന്ന് അതിനെ എല്ലാവരും
കഴുകി കഴുകി ഊത്തുന്നത്. ആ ഒരു പേടി കാരണം ഹാർഡ് ഡിസ്ക് മിസ്സായി എന്ന് വരെ പറഞ്ഞു. എന്നിട്ട് ഈ അടുത്ത് രജനി ഇതെല്ലാം മറന്നിരിക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി വന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ് ഡിസ്ക് കിട്ടിയെന്ന്. എങ്ങനെയുണ്ടാ രജനിക്ക് അടി പസുമാട്ട് പാൽ കേട്ടിയാ. അന്ന് ആ ഒരു അവസ്ഥയിലാണ് രജനീകാന്ത് ഈ പടം കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ മോളുടെ അടുത്ത് ഉണ്ടായത്. അതൊരു വൻ ദുരന്തമായിരുന്നു. രജനീകാന്ത് ക്യാമിയോ റോളിലാണ് വന്നെങ്കിലും ഇമാതിരി അമേച്ചറായിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ, അതായത് ഈ റിലീജിയൻ മതസൗഹാർദ്ദം, അതാണ് ഇതിൻ്റെ പ്രധാന തീം. അത് വെച്ചിട്ട് കുറേ ഡെവലപ്പ് ചെയ്ത സ്റ്റോറിയാണ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മൾ പഴയ കാലത്ത് തന്നെ കണ്ടു മടുത്ത ഒരു തീമാണ്. അത് വീണ്ടും അതേ ക്ലീഷേ സ്ക്രിപ്റ്റിൽ എഴുതി സ്ക്രീൻ പ്ലേ ഒക്കെ ഭയങ്കര മോശം, ശോക അവസ്ഥ. ഇത് കണ്ടിട്ട് ഒരാൾക്ക് പോലും നല്ലത് പറയാൻ തോന്നില്ല. അമ്മാതിരി ദുരന്തം പടമായിരുന്നു. സോ യാ.